കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാ. അഭിഷേകം സാന്ത്വനാഭിഷേകം. യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ. ദൈവസ്നേഹത്തോടെ ചേർന്ന് പാടാം. തിരുവത്താഴമേശയിലെ സമ്മാനമേ, സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ. ആരാധന മാലാഖമാരും ജീവന്റെ തിരുഭോജ്യമേ. ആരാധന മാലാഖമാരും ജീവന്റെ തിരുഭോജ്യമേ. ആരാധന പാടും മാലാഖമാരും തിരുഭോജ്യമേ. മാലാഖമാരും ജീവന്റെ തിരുഭോജ്യമേ. ആരാധന പാടും മാലാഖമാരും ജീവന്റെ തിരുഭോജ്യമേ. ആരാധന പാടും മാലാഖമാരും ജീവന്റെ തിരുഭോജ്യമേ. Praise the Lord. എൻ്റെ പ്രിയപ്പെട്ടവരെ, സാക്ഷ്യ വിചാരണയുമായി ഉടമ്പടി ധ്യാനം ആരംഭിക്കുകയാണ്.
നമ്മളെപ്പോഴും എന്തുകൊണ്ടാണ് സാക്ഷ്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് സുവിശേഷ ശുശ്രൂഷ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ഒരിക്കലും വിശ്വാസമില്ലാത്തവരെ വിശ്വാസത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയുള്ള അപ്പോസ്തലിക പാരമ്പര്യമാണ്. നമ്മുടെ എല്ലാ ഉടമ്പടി ധ്യാനങ്ങളും നമ്മൾ എന്താ ചെയ്യണത്? ഒരു 3 സാക്ഷ്യങ്ങളെങ്കിലും എടുത്ത് വചനാധിഷ്ഠിതമായിട്ടുള്ള വിചാരണ ചെയ്യും. അത് അച്ഛൻ കണ്ടുപിടിച്ച രീതിയൊന്നുമല്ല. സുവിശേഷത്തിൽ നമുക്കറിയാം, നമ്മളുടെ കൃപാസനം ആധ്യാത്മിക ശുശ്രൂഷകൾ എല്ലാം അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് 2 സ്രോതസ്സിൽ നിന്നാണ്. ഒരു സ്രോതസ്സ് അപ്പോസ്തലിക് പാരമ്പര്യമാണ്. അപ്പോസ്തലന്മാർ എങ്ങനെയാണ് കർത്താവിനെ ലോകത്തിന് കൈമാറിയത്. രണ്ടാമത്തത് മരിയൻ പാരമ്പര്യമാണ്. പരിശുദ്ധ അമ്മയിലൂടെ ദൈവപിതാവ് എങ്ങനെയാണ് ക്രിസ്തുവിനെ ലോകത്തിന് കൈമാറിയത്. അതിന് അവർ കൈവരിച്ച പ്രാഥമികമായ നടപടിക്രമങ്ങൾ, അതാണ് കൃപാസനം ആധ്യാത്മിക ശുശ്രൂഷയുടെ. അതുകൊണ്ടാണ് ഇതൊരു പ്യുവർ കരിസ്മാറ്റിക് ധ്യാനമല്ലാത്തതിൻ്റെ കാരണം. ഇത് അപ്പോസ്റ്റലിക് മരിയൻ റിട്രീറ്ററാണ് പലപ്പോഴും സംഭവിക്കുന്നത്. അപ്പോസ്റ്റലൻ എന്താ ചെയ്തത്? റോമ 15:18 വിജാതീയരുടെ അനുസരണം നേടിയെടുക്കേണ്ടതിന്. അതാണ്. അതായത് വിശ്വാസം ഇല്ലാത്തവരുടെ, ക്രിസ്തുവിൽ വിശ്വാസ പാരമ്പര്യമില്ലാത്തവരുടെ എന്താണ് അനുസരണം. ബൈബിൾ ഉപയോഗിക്കുന്ന വാക്ക് വിശ്വാസത്തിന് പകരം ഉപയോഗിക്കുന്ന വാക്കാണ് ഒബീഡിയൻസ്. ഫെയ്ത്ത് ഈസ് ആൻ ഒബീഡിയൻസ്. എന്താണ്? നമ്മുടെ വിശ്വാസം ഒരു അനുസരണമാണ്. എന്തനുസരണം? കർത്താവിൻ്റെ വെളിപാടുകളോടുള്ള അനുസരണമാണ് വിശ്വാസം എന്ന് പറയണത്. വിശ്വാസം എന്ന് പറയുന്നത് എന്താണ്? വെളിപാടുകളോടുള്ള വ്യക്തിയുടെ അനുസരണമാണ് വിശ്വാസം. ഒന്ന് പറഞ്ഞേ. വെളിപാടുകളോടുള്ള വ്യക്തികളുടെ അനുസരണമാണ് വിശ്വാസം. അതാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും വിശ്വാസമില്ലാത്തവരെയും വിശ്വാസത്തിൻ്റെ ഒരു പാരമ്പര്യത്തെ വളർത്തപ്പെടാത്തവരെ സുവിശേഷം അറിയിക്കുന്ന രീതിയാണ് പൗലോസ് അപ്പോസ്തലൻ്റെ അപ്പോസ്തലിക് മെത്തേഡ്. ഇതാണ് കൃപാസനം കടമെടുത്തിരിക്കുന്നത് സുവിശേഷത്തിൽ നിന്ന്. എന്താ വായിച്ചുള്ളൂ? വിജാതീയരുടെ അനുസരണം നേടിയെടുക്കേണ്ടതിന്. വിജാതീയരുടെ അനുസരണം നേടിയെടുക്കേണ്ടതിന് വാക്കാലും പ്രവൃത്തിയാലും അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ബലത്താലും. അപ്പൊ എന്താ കാര്യമായി? വാക്കാലും പ്രവൃത്തിയാലും. പിന്നെ എന്താണ്? അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ബലത്താലും. അപ്പോൾ വാക്കിന് ബലം നൽകുന്നത് എന്താണ്? അടയാളങ്ങളും അത്ഭുതങ്ങളുമാണ്, ഇല്ലേ? അടയാളങ്ങളും അത്ഭുതങ്ങളുമാണ്. ഇത് പള്ളിപ്രസംഗങ്ങളും സുവിശേഷ വേലയും തമ്മിലുള്ള വ്യത്യാസമാണ്. പള്ളിപ്രസംഗങ്ങൾ പലപ്പോഴും സുവിശേഷ വേല അല്ലെന്ന് നമുക്ക് തോന്നിപ്പോകും. എന്താണ്? അവർ കുറേ ആൾക്കാരെ സൂചിപ്പിക്കാൻ പറ്റിയുള്ള കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അത് വേറെ ലെവലിൽ പോകും. സീറോ ഫെയ്ത്ത് ഉള്ളവർക്ക് എന്താ വേണ്ടത്? വാക്കാലും പ്രവൃത്തിയാലും. പറഞ്ഞേ. പിന്നെന്താണ്? അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും. അടുത്ത എന്താണ്? പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും ഞാൻ വഴി ക്രിസ്തു പ്രവർത്തിച്ചതൊഴികെ ഒന്നിനെക്കുറിച്ചും സംസാരിക്കാൻ ഞാൻ തുനിയുകയില്ല. കൃപാസനത്തിൽ നടന്ന അത്ഭുതങ്ങളെ പറയത്തുള്ളൂ. കാര്യം അത് നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കണ്ടതാണ്. എപ്പോഴും സാക്ഷ്യപ്പെടുത്തുമ്പോൾ കണ്ണുകൊണ്ട് കണ്ടത്, ചെവി കൊണ്ട് കേട്ടത്, കൈകൊണ്ട് സ്പർശിച്ച് മനസ്സിലാക്കിയ ജീവന്റെ വചനം. യോഹന്നാൻ 1:1 എടുത്ത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. 1 യോഹന്നാൻ 1:1 ആദിമുതൽ ഉണ്ടായിരുന്നതും. ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെ പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. ജീവൻ അതായത് എങ്ങനെ അറിയിപ്പ് നൽകണത്? കണ്ണുകൊണ്ട് കണ്ടത്, ചെവി കൊണ്ട് കേട്ടത്, കൈകൊണ്ട് സ്പർശിച്ച് മനസ്സിലാക്കി. അതായത് നമുക്ക് ഇതാണ് അനുഭവ സാക്ഷ്യം എന്ന് പറയുന്നത്.
അനുഭവമില്ലാതെ നമുക്ക് വിശ്വാസം കൈമാറാൻ പറ്റത്തില്ല. വിശ്വാസത്തെ കൈമാറ്റണത് എന്താണ്? അനുഭവങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്ത്? അനുഭവം. നിങ്ങൾ സുവിശേഷം കൈമാറാൻ വേണ്ടി ഒരു അനുഭവം തരാൻ ചോദിക്കണം. അല്ല എനിക്ക് IELTS പാസ്സാകണമെന്നല്ല ചോദിക്കേണ്ടത്. കർത്താവിനോട് ഇപ്പം നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ആ മീനിൻ്റെ മുള്ളൊക്കെ എടുത്ത് മാറ്റിയിട്ടല്ലേ കൊടുക്കണേ. മീനിൻ്റെ കഷ്ണം മാത്രം എടുത്ത് ചോറിൻ്റെ കൂടെ കുഴച്ച് ചാരം കൂടി കുഴച്ചാൽ മുള്ളൊക്കെ എടുത്ത് മാറ്റും. ഇതിനാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണത്. ഇതുപോലെ ഫോർമാറ്റ് കറക്റ്റ് ചെയ്യണം. നിങ്ങൾ ചോദിക്കേണ്ടത് എൻ്റെ വസ്തു വിറ്റ് തരണേ എന്നല്ല പറയേണ്ടത്, എൻ്റെ കല്യാണം നടത്തി തരണേ അല്ല പറയേണ്ടത്. കർത്താവേ, വിശ്വാസ കൈമാറ്റത്തിന് എനിക്കൊരു അനുഭവം തരണേ. ക്ലിയർ അല്ലേ? എന്ന് പറഞ്ഞേ, കർത്താവേ അങ്ങേ ലോകത്തിന് കൊടുക്കാൻ എനിക്ക് സ്വന്തമായ ഒരു അനുഭവം തരണമേ, ഒരു അതിശയം തരണമേ, എന്നെ അഭിഷേകം ചെയ്യണമേ. വ്യക്തിപരമായ അനുഭവം ഈ ആരാധനയിലൂടെ നൽകണമേ. ഹല്ലേലൂയ. വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. അതിശയമെന്ന് ജനം പറയും വിധത്തിൽ യേശു ഒരു പ്രവൃത്തി ചെയ്യും. അതിശയമെന്ന് ജനം പറയും വിധത്തിൽ യേശു ഒരു പ്രവൃത്തി ചെയ്യും. ദൈവത്തിൻ്റെ മഹത്വം നിഴൽ വീരിക്കും, ദൈവത്തിൻ്റെ കരത്തിൽ നീ വസിക്കും. ദൈവത്തിൻ്റെ മഹത്വം നിഴൽ വീരിക്കും, ദൈവത്തിൻ്റെ കരത്തിൽ നീ വസിക്കും. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. കടിച്ചാൽ പൊട്ടാത്ത കുറേ വചനങ്ങൾ നിങ്ങൾ ഉണ്ടുകൂട്ടി തിന്നിട്ട് എന്ത് കാണിക്കാനാ? വ്യക്തിപരമായിട്ട് ദൈവാനുഭവം ഇല്ലാതെ ഇതാണ് പ്രശ്നം. വ്യക്തിപരമായിട്ട് സഭയിൽ അതുകൊണ്ട് വചനം എന്താ അപ്പോസ്തല പാരമ്പര്യം എന്താ? വചനം എന്താണ്? ഹെൽപ്പ് ദോസ് ഹു ഹാവ് ഓൾ കൈൻഡ് ഓഫ് ട്രബിൾസ്. രണ്ടാമത്തെ കൊറിന്തോസിൻ്റെ 2 കൊറിന്തോസ് 1:4 എടുത്ത്. 2 കൊറിന്തോസ് 1:4. 2 കൊറിന്തോസ് 1:4. ദൈവം ഞങ്ങൾക്ക് നൽകുന്ന സാന്ത്വനത്താൽ ദൈവം ഞങ്ങൾക്ക് നൽകുന്ന സാന്ത്വനത്താൽ ഓരോ തരത്തിലുള്ള വ്യതകൾ അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ. അപ്പോസ്തലന്മാരുടെയും സഭയുടെയും ലക്ഷ്യം എന്താണ്? ദൈവം തങ്ങൾക്ക് നൽകുന്ന സാന്ത്വനത്താൽ. സ്വന്തമായിട്ട് സാന്ത്വനം കിട്ടണം, സ്വന്തമായിട്ട് അനുഭവം ഉണ്ടാകണം. സ്വന്തമായിട്ട് തിയോളജി ഫിലോസഫി മാത്രം പഠിച്ചിരുന്ന വർക്ക് സുവിശേഷ വേല നടക്കത്തില്ല. കറക്റ്റല്ലേ? അതാണ് ദൈവം തങ്ങൾക്ക് നൽകുന്ന സാന്ത്വനത്താൽ. പറഞ്ഞ്, ദൈവം തങ്ങൾക്ക് നൽകുന്ന സാന്ത്വനത്താൽ ഓരോ തരത്തിലുള്ള വ്യതകൾ അനുഭവിക്കുന്നവരെ ഹെൽപ്പ് ദോസ് ഹു ഹാവ് ഓൾ കൈൻഡ് ഓഫ് ട്രബിൾസ്. അതായത് നമുക്ക് വ്യതകൾ ചെറിയ വ്യതകളാണ്. എന്തെല്ലാം തരം വ്യതകളാണ് മനുഷ്യനെ ഉള്ളത്. അതായത് രോഗവും വ്യാധികളല്ല, വ്യാധികൾ മാറാത്ത രോഗമാണ് വ്യാധി എന്ന് പറയണത്. അതിനേക്കാൾ വ്യഥകളെന്ന് പറയുന്നത് എന്താണ്? ഇത് നമുക്കുണ്ടാക്കുന്ന മാനസിക പീഡകളാണ് വ്യഥകളെന്ന് പറയണത്. അപ്പോൾ എന്തും തരത്തിലുള്ള പീഡകളാണ് നമുക്കുണ്ടാകണത് അല്ലേ? അപ്പോൾ നമ്മൾക്ക് കല്യാണം ഒക്കണില്ല എന്ന് പറയുമ്പോൾ ഇപ്പോൾ 34 വയസ്സായി, കല്യാണം ഒക്കണില്ല. അപ്പോൾ അമ്മ എന്താണ് വിചാരിക്കണത്? അവളുടെ കല്യാണം നടത്തിയിട്ട് വേണം അനിയത്തിയുടെ കല്യാണം നടത്താൻ. അതാണ് വ്യഥ, അതല്ല വ്യഥ. ഇപ്പോൾ നമ്മൾ ഒരു വീട്ടിൽ ഭാഗോടമ്പടി നടക്കണില്ല, അതിന് 10-16 അവകാശികളാണ്.
നമുക്ക് ആ വീടൊന്ന് പുതുക്കി പണിയാൻ പറ്റണില്ല, അവകാശികൾ വേറെ കൊണ്ട് കേസ് കൊടുക്കും. പക്ഷെ അത് കാരണം വീട് പുതുക്കാത്ത കാരണം മക്കളുടെ കല്യാണം നടക്കണില്ല. അതാണ് ബേത്ത. ഇതെല്ലാം അഡ്രസ്സ് ചെയ്യണമെന്നാണ് പറയണത് ബൈബിള്. ഇതെല്ലാം അതാണ് ബൈബിൾ പറയണത്. എന്താണ് പറയണത്? ഓരോ തരത്തിൽ പറഞ്ഞ് ഓരോ തരത്തിലുള്ള വ്യഥകൾ അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ ഞങ്ങൾ ശക്തരാകേണ്ടതിന് ദൈവം ഞങ്ങൾ ദൈവത്തിൽ നിന്ന് അനുഭവിക്കുന്ന അതേ ആശ്വാസം തന്നെ അവരും അനുഭവിക്കേണ്ടതിന് അവിടുന്ന് ഞങ്ങളെ എല്ലാ ക്ലേശങ്ങളിൽ നിന്ന് സമാശ്വസിപ്പിക്കുന്നു. ബേസിക് ആയിട്ട് ദൈവത്തിൻ്റെ നടപടി എന്താണ്? ക്ലേശങ്ങളിൽ നമ്മളെ സമാശ്വസിപ്പിക്കുകയാണ്. അത് ക്ലേശങ്ങളുടെ മനുഷ്യൻ്റെ വ്യത്യസ്തങ്ങളായ ക്ലേശങ്ങളില്ലേ, ചെറുതും വലുതുമായിട്ടുള്ള ക്ലേശങ്ങൾ. ചെറിയ ആൾക്കാർക്ക് ചെറിയ ക്ലേശങ്ങളെന്ന് പറഞ്ഞൊരു വല്ല കഥയുണ്ടാ. എല്ലാ ക്ലേശങ്ങൾക്കും ഒരു ചൊറിയായാലും ക്യാൻസർ ആയാലും വേദന ഒരുപോലെയാണ്. അനുഭവിക്കുന്നതിന് അത് മനസ്സിലാകത്തുള്ളൂ. ഇപ്പം ഇന്നത് ചെറുത് ഇന്നത് വലുതെന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഓരോ വിഷയവും ഞങ്ങൾ സീരിയസ് ആയിട്ട് കേൾക്കണത്. നമുക്കത് കേൾക്കുമ്പോൾ അത് സീരിയസ്. ഇതാണ് ആ കാര്യം. ഇവിടെ ക്യാൻസർ 4ാം സ്റ്റേജിൽ നിൽക്കണമെന്ന് അതൊന്നും പറഞ്ഞിട്ട് കഥയില്ല. അവർക്കത് വിഷയമാണ്. അവർക്കത് കഴിഞ്ഞിട്ട് മാത്രമേ ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ആ ക്യാൻസർ 4ാം സ്റ്റേജ് കേൾക്കണ അതേ സീരിയസ്നെസ്സോട് തന്നെ അവരുടെ വീട്ടിലെ മകള് ഡൈവേഴ്സായ കാര്യം കേൾക്കും. എന്താ? അവർക്കതാണ് പ്രശ്നം. അതാണ് ഓരോ തരത്തിൽ. നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ? ദൈവം എന്ത് കൃത്യമായിട്ടാണ് ഇതിനാണ് ദൈവം ഉടമ്പടി സ്ഥാപിച്ചിരിക്കുന്നത്. പഴയ കാലങ്ങളിലും പുതിയ കാലങ്ങളിലുമുള്ള ദൈവത്തിൻ്റെ കൃപയുടെ സ്രോതസ്സ് ഉടമ്പടിയാണ്. ദൈവത്തിൻ്റെ കൃപയുടെ സ്രോതസ്സില്ലേ, ഇതിന് ചില സമയത്ത് എക്സ്ട്രാ ഗ്രേസ് വേണ്ടി വരും. നിങ്ങൾ പറയുന്ന വിഷയമില്ലേ വ്യഥകൾ, ഈ വ്യഥകളെ പരിഹരിക്കാൻ ചിലപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കപ്പാസിറ്റി ഉണ്ടായില്ലെങ്കിൽ ദൈവം നിങ്ങൾക്ക് എക്സ്ട്രാ ഗ്രേസ് വേണ്ടി വരും. എക്സ്ട്രാ ഗ്രേസ്, അതിനാണ് നമ്മൾ കൃപയെന്ന് പറയുന്നത്. ഒരു മനുഷ്യന് അവൻ്റെ ജീവിത പ്രശ്നങ്ങളെയും നിത്യജീവിത പ്രശ്നങ്ങളെയും പരിഹരിക്കാൻ അവന് ആവശ്യമായ കപ്പാസിറ്റി ഇല്ലെങ്കിൽ അഡീഷണൽ കപ്പാസിറ്റി ദൈവം കൊടുക്കുന്ന കൃപയ്ക്ക് മലയാളത്തിൽ ദൈവിക കരുണയെന്നും കൃപയെന്നും വിളിക്കും. കൈ ഇടിച്ച് കർത്താവേ. നിൻ കൃപ മതിയെനിക്ക്, നാഥാ നീ മതിയെനിക്ക്, നിൻ കൃപ മതിയെനിക്ക്. ഈ മരുയാത്രയിൽ തിരുകൃപ മതിയെനിക്ക്. ഈ മരുയാത്രയിൽ തിരുകൃപ മതിയെനിക്ക്. നാഥാ നീ മതിയെനിക്ക്, നാഥാ നീ മതിയെനിക്ക്, നിൻ കൃപ മതിയെനിക്ക്, നാഥാ നീ മതിയെനിക്ക്, നിൻ കൃപ മതിയെനിക്ക്. ഈ മരുയാത്രയിൽ തിരുകൃപ മതിയെനിക്ക്. മക്കളെ, നമ്മളുടെ ഒരു ധ്യാനം കേട്ടുപോണവരാകരുത്. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ താക്കോലിട്ട് ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് നോക്കണം ഹൗ ഇറ്റ് വർക്ക്സ് എന്ന്. ഞാൻ എപ്പോഴും നിങ്ങൾക്ക് തിയറിയാണ്, കുറച്ച് ഫോർമുല തരികയാണ്.
നിങ്ങളത് കൊണ്ടുപോയി പരീക്ഷാശാലയിൽ സൊല്യൂഷൻ വേണ്ടി നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ സെക്കൻഡ് ഗ്രൂപ്പുകാരൊക്കെ നോക്കത്തില്ലേ, അതുപോലെ ഇത് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. ഉടമ്പടിയുടെ രീതി എന്ന് വെച്ചാൽ ഒരു തിയറട്ടിക്കൽ ലെവലിൽ ഒരു വിശ്വാസം നിലവാരം കീപ്പ് ചെയ്യണമല്ല. വിശ്വാസം ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി കുറേ ബിബ്ലിക്കൽ ഫോർമുലാസ് നൽകും. അത് പകുതി മുക്കാലും എൻ്റെ അനുഭവത്തിലുള്ളതാണ് ഞാൻ എടുക്കത്തുള്ളൂ. കാര്യം നിങ്ങൾക്കത് ബോധ്യം കിട്ടാനും അത് സത്യമാണെന്ന് അറിയാനും, അല്ലെങ്കിൽ ഞാൻ ബൈബിൾ അങ്ങനെ പറയാണ്ട് ഞാൻ നിങ്ങളോട് പറയണമല്ല. അത് എൻ്റെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും കാലഘട്ടങ്ങളിലൊക്കെ ഞാൻ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആ തിയറിയുടെ കാര്യക്ഷമത പരിശോധിച്ചിട്ടുള്ളതാണ് നേരത്തെ. അപ്പം ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ബൈബിൾ മെക്കാനിസമാണ് നമ്മൾ നടത്തുന്നത്. അപ്പം നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങൾ ഉടമ്പടി പ്രകാരം അത് ആക്ടിവേറ്റ് ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ അങ്ങനെ നിങ്ങൾ ദൈവത്തിൻ്റെ ഒരു സ്നേഹത്തിൻ്റെ പ്രചാരകരായി മാറിയാൽ ദൈവം നിങ്ങളെ ഓൺ ചെയ്യും, സ്വന്തമായിട്ട് ഓൺ ചെയ്യും. അങ്ങനെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ്. ഇപ്പോൾ നമ്മുടെ ചന്ദ്രയാനൊക്കെ ചന്ദ്രനിലേക്ക് ലാൻഡ് ചെയ്യാൻ പോവുകയല്ലേ അല്ലേ? നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ, ഈ പ്രാവശ്യം കുഴപ്പങ്ങളൊന്നും ഉണ്ടാകാതെ ചന്ദ്രയുടെ സൗത്ത് സോണിൽ പോയി സോഫ്റ്റ് ലാൻഡിങ് ചെയ്യാൻ നിങ്ങൾ കൈകളെത്തി ഒന്ന് പ്രാർത്ഥിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ ചന്ദ്രയാനെ ആശീർവദിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, ശാസ്ത്രത്തെ ആശീർവദിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, ശാസ്ത്രജ്ഞന്മാരെ ആശീർവദിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ശക്തി ഒരു അപകടവുമില്ലാതെ സോഫ്റ്റായിട്ട് ലാൻഡ് ചെയ്യുകയും ഞങ്ങളുടെ രാജ്യം അതിലൂടെ വലിയ മേൽക്കൈ നേടാനും മനുഷ്യരാശിക്ക് അത് വലിയ സംഭാവന ഉണ്ടാകുവാനും ദൈവത്തിന്റെ രഹസ്യങ്ങള് അവിടെ നിന്ന് നൽകിയ ബുദ്ധിയുടെ വെളിച്ചത്തിൽ കണ്ടുപിടിക്കുന്നതിലൂടെ മനുഷ്യനെ എളിമപ്പെട്ടുകൊണ്ട് ദൈവത്തിന്റെ വിശ്വാസത്തിന്റെ ശക്തിയുടെ ഉപകരണങ്ങളായി മാറാൻ ഇടയാക്കണമേ. ശ്രദ്ധിക്കട്ടെ. രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. ഓരോരുത്തരും അവരുടെ ശിരസിലെ 2 കൈകളും വെച്ച് ആദ്യം വിശ്വാസ പ്രമാണം ചൊല്ലുക. സ്വരത്തിൽ ചെല്ലണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പോന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. മക്കളെ, കൈകൾ അങ്ങനെ തന്നെ വെച്ചുകൊണ്ട് ശ്രദ്ധിക്കട്ടെ. അച്ഛൻ രോഗസൗഖ്യ പ്രാർത്ഥന നടത്താൻ പോവുകയാണ്. ഓൺലൈനിലുള്ളവരും അതുപോലെ തന്നെ ചെയ്യണമേ, എപ്പോൾ വേണമെങ്കിലും ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് 34 വർഷം ഞാൻ അർപ്പിച്ച കൃപായുടെ യോഗ്യതയാൽ കൃപാസാൽത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തില് ഈ അൽത്താറയിൽ നടന്ന 10,000-കണക്കിന് ആരാധനയുടെ ശക്തിയാൽ മാരക രോഗങ്ങള്, തീരവേദികള്, ജീവിത ദുരിതങ്ങള്, മഹാമാരികള് യേശു ക്രിസ്തുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. നിന്നെപ്പോലൊരു ദൈവമില്ല. ഉന്നതനേ, അത്യുന്നതനേ,
മാത്രമേ ദൈവമെന്നും അത്ഭുതമാ അതിശയമാ നീ മാത്രമേ ദൈവമെന്നും. മക്കളെ കൈകളെടുത്ത് കൈകളെ കൂപ്പി നിൽക്കുക. ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അയോഗ്യതയാണ് നിൻ്റെ മുമ്പിൽ നിൽക്കാനുള്ള യോഗ്യതയെന്ന് ഇന്ന് ആരാധനയിലൂടെ വെളിപ്പെട്ട സന്ദേശമനുസരിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശ്രീ ആരാധന. ഹല്ലേലൂയ. ശിരസ്സ് നമിച്ച് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും